ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഡോക്ടർ ബിജുമോൻ. ഞാൻ റാഫ അരോമയിലെ കൺസൾട്ടൻ്റ് ഓർത്തോപെഡിഷനായിട്ട് വർക്ക് ചെയ്യാണ്. ഇന്ന് ഞാനിവിടെ ഒരു ചെറിയൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് ഇരിക്കുന്നത്. കാർപ്പൽ ടണൽ സിൻഡ്രോം. നിങ്ങൾക്ക് എല്ലാവർക്കും പലരും കേട്ടിട്ടുണ്ടായിരിക്കും ഈ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്നുള്ളത്. ഇത് എന്താണെന്നുള്ളത് ആണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. കാർപ്പൽ ടണൽ എന്ന് പറയുന്നത് നമ്മുടെ കൈക്കുഴയുടെ അവിടെ ഇരിക്കുന്ന ഒരു ചെറിയൊരു ഏരിയ, അതായത് ഒരു സ്പേസാണ് കാർപ്പൽ ടണൽ എന്ന് പറയുന്നത്. ആ സ്പേസിനകത്തൂടെയാണ് നമ്മുടെ ഞരമ്പുകളെന്ന് പറയുന്നത് ഞരമ്പും നെർവുകളും പോകുന്നത്. അതായത് ടെൻഡൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മൂവ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നത്. മറ്റേ ഇലക്ട്രിക് സ്റ്റിമുലേഷൻ കൊടുക്കുന്ന ഞരമ്പും ഇതുവഴിയാണ് പോകുന്നത്. അത് ഈ കാർപ്പൽ ടണൽ ചുരുങ്ങുകയും അതിൻ്റെ ഫലമായിട്ട് അതുവഴി പോകുന്ന മീഡിയൻ നെർവ് എന്നാണ് പറയുന്നത്, അതിലൊരു കംപ്രഷൻ വരികയും അതിൻ്റെ ഫലമായിട്ട് കൈയുടെ വിരലുകൾക്ക് പെരുപ്പും ഒരു ചെറിയൊരു ബലക്കുറവും ഒരു പെയിനും വരുന്നതാണ് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോമത്തിൻ്റെ ഇത്. മെയിനായിട്ട് അത് വരുന്ന 3 വിരലുകൾക്കാണ്. 1 തള്ളവിരൽ, 2 ചൂണ്ടുവിരൽ, 3 നടുവിരൽ. ചില സമയങ്ങളിൽ മോതിര വിരലിൻ്റെ ഈ ഒരു ഭാഗത്ത് മാത്രം ഇതുപോലെ പെരുപ്പും ഇതും കാണാം. ഈ കാർപ്പൽ ടണൽ വന്നാലുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ രാത്രി ഉറക്കത്തിൽ ചിലവർക്ക് ഈ കൈ നമ്മൾ മടക്കി തലയുടെ പുറത്ത് വെച്ച് കിടന്നുറങ്ങുമ്പോഴത്തേക്ക് പെട്ടെന്ന് പെരുപ്പ് വന്നിട്ട് ഭയങ്കരമായിട്ട് കൈ സ്പർശനശേഷി നഷ്ടപ്പെടുകയും ബലക്കുറവ് വരികയും, അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ ചിലപ്പോൾ കൈ കുടയുകയും ആ കൈ കുടയുന്നതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ ആ വേദനയും പെരുപ്പും മാറാറുണ്ട്. അപ്പോൾ ഈ പെരുപ്പ് ഇങ്ങനെ ഈ സ്പേസ് ചുരുങ്ങുന്നതനുസരിച്ച് ഈ പെരുപ്പിൻ്റെ തോത് കൂടുകയും അവർക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അതായത് സ്വന്തം കാര്യങ്ങൾ കുഞ്ഞു കാര്യങ്ങൾ ചെയ്യാൻ പോലും ചിലപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഒന്ന് ചിലപ്പോൾ സ്കൂട്ടർ ഓടിക്കുക, ബ്രേക്ക് പിടിക്കുക, പിന്നെ കീ വെച്ച് നമ്മുടെ ഡോറ് തുറക്കുക, ചില കുഞ്ഞു സാധനങ്ങൾ നമ്മൾ കൈ കൊണ്ട് പൊക്കിയെടുക്കുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരും. അവരുടെ ഈവൻ ചിലപ്പം ആഹാരം കഴിക്കാൻ പോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഭവം. അപ്പോൾ ഈ കാർപ്പൽ ടണൽ വരുന്നതിൻ്റെ കുറേ കാരണങ്ങളുണ്ട്. ഒന്ന് മെയിനായിട്ട് വരുന്നത് നമ്മുടെ ജോലി സംബന്ധമായിരിക്കും. അതായത് നമ്മൾ ഈ വൈബ്രേറ്റിംഗ്, അതായത് ജാക്ക് ഹാമർ എന്ന് പറഞ്ഞാൽ ഈ പാറമടയിലൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഡ്രില്ലും അങ്ങനെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴും, അവിടെ ചിലപ്പം നമ്മുടെ ഈ കൈക്കുഴയ്ക്ക് ഫ്രാക്ചർ സംഭവിക്കുമ്പം ആ കൈക്കുഴയുടെ അകത്ത് ചിലപ്പോൾ ഒരു മുഴയോ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക്, പിന്നെ ജനറലൈസ്ഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കാരണം, അതായത് തൈറോയിഡിൻ്റെ ഡിസോർഡർ കാരണം വരാം, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കാരണം വരാം, പിന്നെ ഈ TB പോലുള്ള അസുഖങ്ങൾ ചിലപ്പോൾ കൈക്കുഴയിൽ ഇങ്ങനെ സംഭവിക്കാം, പിന്നെ കൈക്കുഴ തെന്നി മാറിപ്പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇതുപോലെ സിംറ്റം വരാം. അപ്പോൾ ഇത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആൾക്കാർക്ക് ഒരു ജോലി ചെയ്യുന്നതിനോ ഇതിനും എല്ലാം ബുദ്ധിമുട്ടായിരിക്കും. ചില സമയങ്ങളിൽ തള്ളവിരലിൻ്റെ അവിടെയുള്ള മസിലിന് ഭയങ്കരമായിട്ട് ശോഷിക്കുകയും ഭയങ്കരമായിട്ട് ബലക്കുറവ് വരികയും നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്ന് നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റും ഉണ്ട്, 2 സർജിക്കൽ ട്രീറ്റ്മെൻറ്റും ഉണ്ട്. നോൺ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം സ്പ്ലിൻറ്റ്, ഒരു കൈ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരു സ്പ്ലിൻറ്റ് കൊടുക്കും, പിന്നെ മരുന്നുകൾ, ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ കൊടുക്കും. ചിലപ്പം അവിടെ നമ്മൾ ലോക്കലായിട്ട് ആ ഒരു ഏരിയയിൽ നമ്മൾ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ കൊടുത്ത് കുറേ നാൾ നമ്മൾ ഇതേപോലെ ഫിസിയോതെറാപ്പിയും ബാക്കിയുള്ള കാര്യങ്ങളും ഇതുമെല്ലാം ചെയ്യാറുണ്ട്. കാർപ്പൽ ടണൽ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി. ഈ നെർവ് പോകുന്ന റൂട്ടിൽ ഒരു ഇലക്ട്രോഡുകൾ വെച്ചിട്ട് ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കും. 2-3 ടെസ്റ്റുകളുണ്ട്. ഒന്ന് ഫാലൻസ് ടെസ്റ്റ്, ടീനൽസ് സൈൻ, ഇങ്ങനെയുള്ള 2-3 ടെസ്റ്റുകളൊക്കെ ചെയ്യും. ഇതെല്ലാം കോറിലേറ്റ് ചെയ്ത് ഇത് കാർപ്പൽ ടണൽ പ്രോബ്ലം കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോൺ സർജിക്കലും സർജിക്കലുമാണ്. സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ലോക്കൽ അനസ്തീഷ്യ കൊടുത്താണ് ചെയ്യുന്നത്. ആ ഒരു ഭാഗത്ത് നമ്മൾ മരുന്ന് കൊടുക്കുകയും ഈ കാർപ്പൽ ടണൽ സ്പേസ് ഫോം ചെയ്യുന്നത്. കാർപ്പൽ ടണൽ സ്പേസ് എന്ന് പറയുന്നത് അടിയിൽ എല്ലുകളും അതിൻ്റെ മുകളിലൊരു ട്രാൻസ്വേഴ്സ് കാർപ്പൽ ലിഗമെൻ്റ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതാണ് ഈ എല്ലിനെ ഇങ്ങനെ ഈ ഒരു ഏരിയനെ കൂട്ടിപ്പിടിക്കുക. അപ്പോൾ അത് ചുരുങ്ങുന്നതനുസരിച്ചാണത്. അപ്പോൾ നമ്മളത് ലോക്കൽ കൊടുക്കുകയും എന്നിട്ടത് പയ്യെ സർജറി, ഒരു ഇൻസിഷൻ ഇട്ട് ആ ഒരു ട്രാൻസ്വേഴ്സ് കാർപ്പൽ ലിഗമെൻറ്റ് റിലീസ് ചെയ്യുകയും ആ ഒരു സ്പേസിനെ വലുതാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ആ വലുതാക്കി കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് നെർവ് വളരെ ഫ്രീ ആയിട്ട് പോവുകയും ആ ഒരു സിംറ്റംസും പെയിനും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം റിലീവ് ചെയ്യുകയും ചെയ്യും. സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-14 ദിവസം കഴിയുമ്പം തന്നെ നമ്മളതിൻ്റെ സൂച്ചേഴ്സൊക്കെ എടുക്കും. പിന്നെ ഹെവി വർക്കുകൾ ചെയ്യുന്നതിന് നമ്മൾ മിനിമം ഒരു 6 ആഴ്ച കഴിഞ്ഞിട്ടേ ചെയ്തുള്ളൂ. അല്ലാതെ നമുക്ക് നോർമൽ ആക്ടിവിറ്റീസുകളെല്ലാം ചെയ്യുന്നതിനൊന്നും യാതൊരു കുഴപ്പവും ഉണ്ടായിരിക്കുന്നതല്ല.